ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇത് നമ്മൾ SCERT പാഠഭാഗങ്ങൾ പാർട്ട് 8 ആണ് എടുക്കുന്നത്. 7 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു. SCERT പാഠഭാഗങ്ങൾ 7 വരെ. അതിൽ 7 വരെയുള്ള ഭാഗത്തിൽ നമ്മൾ SCERT പാഠഭാഗം ക്ലാസ് 10 വരെയുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് കേരള ചരിത്രം മാത്രം 10 വരെയുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നോക്കാൻ പോകുന്നത് +2 ആണ്. +2 ചരിത്ര പുസ്തകമാണ് നോക്കുന്നത്. ചരിത്ര പുസ്തകം അതിൽ കുറേ ഫാക്ട്സ് ഉണ്ട്. അത് നമുക്ക് ഡിഗ്രി ലെവലൊക്കെ ചോദിക്കുന്നതാണ്. ഡിഗ്രി ലെവലിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈയിടയ്ക്കൊക്കെ വന്നിരുന്നു. 2 ചാപ്റ്റേഴ്സാണ് +2 ഉള്ളത് ചരിത്ര പുസ്തകത്തിൽ. അത് 2 പാഠഭാഗങ്ങളും ഇച്ചിരി വലിയ പാഠഭാഗം തന്നെയാണ്. അതിൽ ആദ്യത്തെ ഒരു പാഠഭാഗം ആണ് ഞാൻ ഇതിൽ പറയുന്നത്. അതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. ആദ്യത്തെ പകുതി ഭാഗം ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം അത് സിലബസിലില്ലാത്തതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം മുതലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം യൂറോപ്യന്മാരുടെ ആഗമനം മുതലാണ് ആ പാഠഭാഗത്തിൻ്റെ ഏകദേശം പകുതി മുതൽ. അപ്പോൾ അവിടെ മുതലാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. നോക്കാം. യൂറോപ്യന്മാരുടെ ആഗമനം 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത് കേരളത്തിൻ്റെ വാണിജ്യ ചരിത്രത്തിൽ പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. നമ്മൾ പഠിച്ചിരുന്നു 1498 മെയ് 20-നാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടൽ തീരത്ത് എത്തുന്നത്. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് KM പണിക്കർ വിളിച്ച ഇത് ഏകദേശം 5 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യ യുഗത്തിന് തുടക്കം കുറിച്ചു. അപ്പം വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞത് ആരാണ്? KM പണിക്കരാണ്. ഇത് 5 നൂറ്റാണ്ടോളം നീണ്ടു നിന്നു. ഈ യൂറോപ്യൻ ആധിപത്യം 5 നൂറ്റാണ്ടോളം നീണ്ടു നിന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചെന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. അപ്പം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ മുനമ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. യൂറോപ്യൻ ശക്തികളൊക്കെയും ഏഷ്യയിലേക്ക് കടന്നിരുന്നത് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ്. പോർച്ചുഗീസുകാർ മലബാർ വ്യാപാരത്തിൽ അറബികൾക്ക് ഉണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം, അവരിവിടെ വരുമ്പോൾ, പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അറബികളും ചൈനക്കാരുമായിരുന്നു ഇവിടെ വ്യാപാരം നടത്തിയിരുന്നത്. ആദ്യമായിട്ട് വരുന്നത് അറബികളാണ്, പിന്നീട് ചൈനക്കാർ വരുന്നു. അപ്പോൾ അവരായിരുന്നു ഇവിടുത്തെ വ്യാപാര കുത്തക അവർക്കായിരുന്നു. പക്ഷേ ഈ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി അറബികൾക്കുള്ള ഈ വ്യാപാര കുത്തക, മലബാറിൽ ഉണ്ടായിരുന്ന വ്യാപാര കുത്തക കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ പോർച്ചുഗീസുകാരെ ഇല്ലാതാക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക അവർ സ്വന്തമാക്കുകയും ചെയ്തു. എന്താണ് കാർട്ടസ് വ്യവസ്ഥ? അത് SCERT പാഠഭാഗത്തിൽ പ്രത്യേകം എടുത്ത് ഒരു കോളത്തിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാരുടെ കാർട്ടസ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ്സാണ് കാർട്ടസ് എന്ന് പറയുന്നത്. ഒരു പാസ്സാണ്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി സ്വന്തമാക്കണമായിരുന്നു. ഇതാണ് കാർട്ടസ് എന്ന് പറയുന്നത്. കാർട്ടസിൽ കപ്പലിൻ്റെ വലുപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? കാർട്ടസ് നൽകിയെങ്കിൽ മാത്രമേ, ഒരു നിശ്ചിത തുക, അതാണ് കാർട്ടസ് എന്ന് പറഞ്ഞത്, അത് നൽകിയെങ്കിൽ മാത്രമേ എന്താണ് ഏഷ്യൻ വ്യാപാര കപ്പലുകളും അവരുടെ ചരക്കുകളുമൊക്കെ കടത്തുന്നതിന് പോർച്ചുഗീസുകാർ അനുമതി നൽകുമായിരുന്നുള്ളൂ. അപ്പോൾ കാർട്ടസ് വഴി എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക ഇവർ സ്വന്തമാക്കി, പോർച്ചുഗീസുകാർ സ്വന്തമാക്കി. അവർ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെടുകയും 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഡച്ചുകാർ ശക്തരായി മാറുന്നതുവരെ പൗരസ്ത്യ വ്യാപാരം കുത്തകയായി വയ്ക്കുകയും ചെയ്തു. 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേരുകയും സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെടുകയും കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു.
അപ്പം പോർച്ചുഗീസുകാരുടെ കാലം കഴിഞ്ഞു, ഇനി ഡച്ചുകാർ വന്നു. അപ്പോഴെന്താണ്, പോർച്ചുഗീസിൻ്റെ ശക്തി കുറഞ്ഞു. ഡച്ചുകാർ മധ്യ കേരളത്തിലെ പുറക്കാട്, കായംകുളം എന്നിവിടങ്ങളിലെ മുഖ്യന്മാരുമായി കരാറിൽ ഏർപ്പെടുകയും പ്രധാനമായും കുരുമുളകും ഇഞ്ചിയും ശേഖരിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലത്ത് അവർ വ്യാപാര കുത്തക സ്ഥാപിച്ചു. കന്യാകുമാരിയിലെ കുളച്ചലിലും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ചു. പിന്നീട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഇവിടം കോട്ട കെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പം മാർത്താണ്ഡവർമ്മ കോട്ട കെട്ടി ഈ കുളച്ചൽ സംരക്ഷിക്കുന്നു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് ഇടയാക്കി. അങ്ങനെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് ഡച്ചുകാരുടെ ശക്തി ക്ഷയിക്കുകയാണ് കുളച്ചൽ യുദ്ധത്തോടെ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധത്തോടെ. ഞാൻ പറഞ്ഞിരുന്നു, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് മാർത്താണ്ഡവർമ്മയെ സഹായിക്കുന്നത്. നമുക്ക് ബാക്കി നോക്കുന്നതിന് മുന്നേ കുഞ്ഞാലി മരക്കാർമാർ, അതുപോലെ ആറ്റിങ്ങൽ കലാപം, പിന്നെ കുളച്ചൽ യുദ്ധം, ഇത് മൂന്നും SCERT പാഠഭാഗത്തിൽ 3 കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ 10ലൊക്കെ കുളച്ചൽ യുദ്ധം പഠിച്ചു, അതുപോലെ കുഞ്ഞാലി മരക്കാർമാർ ആരാണെന്ന് പഠിച്ചു 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ. ഇനി +2ൻ്റെ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. കുഞ്ഞാലി മരക്കാർമാർ കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു മരക്കാർമാർ. അവർ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ സ്വീകരിച്ചു. അപ്പോൾ കുഞ്ഞാലി മരക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറകൾ എന്തായിരുന്നു? ഗറില്ല യുദ്ധമുറകളായിരുന്നു, ഒളിപ്പോരായിരുന്നു. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ കുഞ്ഞാലി 4 എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1600 ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പക്ഷേ 10ലെ പുസ്തകത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇതിനകത്ത് കുഞ്ഞാലി 4 പറ്റി പറയുന്നു. 10ലെ പുസ്തകത്തിൽ കുഞ്ഞാലി 3 പറ്റിയാണ് പറയുന്നത്. ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ വേണ്ടി സഹായിച്ചത് കുഞ്ഞാലി 3 എന്നാണ് അതിൽ പറയുന്നത്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് പോയി കാണണം. പാർട്ട് 2 ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. SCERT പാഠഭാഗങ്ങൾ പാർട്ട് 2 ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. അപ്പം ചോദിച്ചിട്ടുള്ളതാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പണ്ടകശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ആറ്റിങ്ങൽ കലാപം എന്താണ് എന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ പണ്ടകശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അതുപോലെ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സംഭവമാണ് ആറ്റിങ്ങൽ കലാപം. ഇതിന് വഴിവെച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളും അതുപോലെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വേണ്ടി വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ 1721 ഏപ്രിൽ 15 140 സൈനികരുടെ അകമ്പടിയോടുകൂടി നേരിട്ടിത് റാണിക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇതാണ് ജനങ്ങളുടെ അമർഷത്തിന് ഉള്ള കാരണം, പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. പ്രദേശവാസികൾ ഇതിനെതിരെ തിരിയുകയും സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് നടക്കുന്നത് 1721 ഏപ്രിൽ 15 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം.
നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള കുളച്ചൽ യുദ്ധത്തെ പറ്റിയാണ്. അപ്പോൾ അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കോളത്തിൽ കൊടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇനി നോക്കുന്നത്. കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അഴിച്ചുവിട്ടു. സിലോണിൽ നിന്ന് പീരങ്കിപ്പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചിലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചിലിൽ വെച്ച് ഏറ്റുമുട്ടുന്നതിനും ഡച്ചുകാരുടെ പരാജയത്തിനും കാരണമായി. അപ്പം ഞാനാണെങ്കിൽ കുളച്ചൽ യുദ്ധം എന്താണെന്ന് പറഞ്ഞു. ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നില്ല, വർഷം പറഞ്ഞിരുന്നു 1741. 10 വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ +2 പുസ്തകത്തിൽ എന്താണ് ഡേറ്റ് സഹിതമുണ്ട്. 1741 ഓഗസ്റ്റ് 10 അത് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പം കുളച്ചിലിൽ വെച്ച് ഏറ്റുമുട്ടുകയും ഡച്ചുകാർ അതിൽ പരാജയപ്പെടുകയും ചെയ്തു. ക്യാപ്റ്റൻ ഡിലനോയ് ഉൾപ്പെടെ അനവധി ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു. ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറുകയും ചെയ്തു. അപ്പം ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ക്യാപ്റ്റൻ ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറുകയും ചെയ്തു. അപ്പോൾ ഡച്ചുകാരുടെ ശക്തി കുറയുമ്പോൾ ആര് വരണം? ഏതെങ്കിലും ഒരു ശക്തി വരണ്ടേ? ഇംഗ്ലീഷുകാർ. 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേർന്നു. ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായി ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുകയും അതിൻ പ്രകാരം മധ്യ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരിയുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തു. അവർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തു. കൂടാതെ വേണാട് രാജാവിൽ നിന്ന് വിഴിഞ്ഞത്ത് ഒരു പണ്ടകശാല സ്ഥാപിക്കാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പണ്ടകശാലകൾ സ്ഥാപിച്ചു. അപ്പം ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേർന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി കുരുമുളകിലും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളിലും മാത്രമല്ല, തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ നിന്നും അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിന് താല്പര്യമുണ്ടായിരുന്ന ഫ്രഞ്ചുകാരായിരുന്നു മറ്റൊരു സാമ്രാജ്യത്വ ശക്തി. ഇപ്പോൾ ആരൊക്കെയുണ്ട്? ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാരുമുണ്ട്. വടകരയിലെ ഭരണാധികാരികളിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അവർ അനുമതി സമ്പാദിച്ചു. ഫ്രഞ്ചുകാർ അനുമതി സമ്പാദിച്ചു. അങ്ങനെ വാണിജ്യ ആധിപത്യത്തിന് ശ്രമിക്കുന്ന വ്യത്യസ്ത യൂറോപ്യൻ ശക്തികളുടെ യുദ്ധഭൂമിയായി കേരളം മാറി. അപ്പം വാണിജ്യ ആധിപത്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന വ്യത്യസ്ത യൂറോപ്യൻ ശക്തികളുടെ യുദ്ധഭൂമിയായിട്ട് കേരളം മാറുകയാണ്. ആരൊക്കെ വന്നു? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. എന്നിരുന്നാലും 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തങ്ങളുടെ ശത്രുശക്തികളെ എല്ലാം തുരത്തി കേരളത്തിൽ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ ആരായി? ബ്രിട്ടീഷുകാരായി. ഇനി 18-ാം നൂറ്റാണ്ടിലെ കേരളമാണ് പറയുന്നത്. 18-ാം നൂറ്റാണ്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിൽ വലിയ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1729 മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം തിരുവിതാംകൂറിൽ ഒരു പുതുയുഗത്തിന് നാന്ദി കുറിച്ചു. 1729 മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണം ചെയ്യുന്നത് തിരുവിതാംകൂറിൽ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ വൻ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുന്നത് ഏത് വർഷമാണ്? 1729. ക്ഷേത്ര കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്നും നിലങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയ അദ്ദേഹം കണ്ടെഴുത്ത് എന്ന പേരിൽ ഒരു ഭൂസർവേക്ക് ഉത്തരവിട്ടു. അപ്പം ആരാണ് കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേക്ക് ഉത്തരവിട്ടത്? മാർത്താണ്ഡവർമ്മയാണ്. ആരുടെ കാലത്താണ് കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഈ ഭൂസർവേ ദേവസ്വം, ബ്രഹ്മസ്വം ഭൂമികൾക്കും ബാധകമാക്കി. ക്ഷേത്ര കണക്കുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും അദ്ദേഹം തയ്യാറാക്കി. രാജ്യത്തിനെതിരെ കലാപം നടത്തിയ പിള്ളമാർ എന്ന പ്രഭുക്കന്മാരെ അദ്ദേഹം അമർച്ച ചെയ്തു. മാർത്താണ്ഡവർമ്മ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ആരുടെയാണ്? പിള്ളമാരുടെ. പിള്ളമാർ എന്ന പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു, അവരെ അമർച്ച ചെയ്തു. അവരുടെ സ്വത്തുക്കളൊക്കെയും മാർത്താണ്ഡവർമ്മ കണ്ടുകെട്ടി. ഈ നടപടികൾ രാജകുടുംബത്തിന്
സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ക്ഷേത്രങ്ങൾക്കും പ്രഭുക്കന്മാർക്കും ഉള്ള ഓഹരികൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. ധാരാളം ഭൂപ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ ഭൂമി എന്നർത്ഥം വരുന്ന പണ്ടാരം വക എന്ന് അടയാളപ്പെടുത്തപ്പെട്ടു. അപ്പോൾ രാജ്യത്തിൻ്റെ ഭൂമി എന്നർത്ഥം വരുന്ന പണ്ടാരം വക എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഭൂമിയാണ് പണ്ടാരം വക എന്ന് അറിയപ്പെട്ടത്. ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരം വക എന്നിങ്ങനെ ഭൂമിയെ തരംതിരിച്ചു. ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരം വക എന്നിങ്ങനെ ഭൂമിയെ തരംതിരിച്ചു. കുരുമുളക്, ഉപ്പ്, പുകയില എന്നിവയുടെ വ്യാപാരത്തിന്മേൽ ഉണ്ടായിരുന്ന കുത്തക തിരുവിതാംകൂറിലെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി. അനവധി പ്രഭുക്കന്മാരുടെ കീഴിൽ കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ട് കിടന്ന കൊച്ചിയിലും മാറ്റങ്ങൾ സംഭവിച്ചു. തിരുവിതാംകൂറിലെ മാറ്റങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അനവധി പ്രഭുക്കന്മാരുടെ കീഴിൽ കഷ്ണങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു കൊച്ചി. അവിടെയും മാറ്റങ്ങൾ സംഭവിച്ചു. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ ഈ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാനും സ്വീകരിച്ചു. അപ്പോൾ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയാണെങ്കിൽ കൊച്ചിയിൽ ആരാണ്? ശക്തൻ തമ്പുരാനാണ്. സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുത്തു. 18-ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിച്ചു. വായ്മൊഴി അന്വേഷണങ്ങളുടെയും ഭൂ ഉടമകളുമായുള്ള വ്യക്തിപരമായ അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിക്കപ്പെട്ടു. കേട്ട വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ വ്യവസ്ഥ കേട്ടെഴുത്ത് എന്ന് അറിയപ്പെട്ടു. അപ്പോൾ കേട്ടെഴുത്താരുടെയാണ്? ശക്തൻ തമ്പുരാനാണ്. കണ്ടെഴുത്താരുടെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇതേ തുടർന്ന് നിർണയ ഉദ്യോഗസ്ഥന്മാർ ഭൂമി പരിശോധിക്കുകയും അളക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരണയാവുകയും ചെയ്തു. എന്താണോ കണ്ടത് അതിൻ്റെ രേഖ എന്നർത്ഥമുള്ള കണ്ടെഴുത്ത് എന്ന് ഇത് അറിയപ്പെട്ടു. കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രവർത്തിക്കാരുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങളാണ്. കേന്ദ്രീകൃത നയമാണ് ശക്തൻ തമ്പുരാനും പിന്തുടർന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നേരത്തെ ഉണ്ടായിരുന്നത് ബ്രഹ്മസ്വം, ദേവസ്വം എന്ന പേരിൽ 2 രീതിയിലായിരുന്നു ഭൂമിയെ വിഭജിച്ചിരുന്നത്. ഇപ്പോഴെന്താണ്? 3 രീതിയിൽ വിഭജിച്ചു. എങ്ങനെയാണ്? ബ്രഹ്മസ്വം, ദേവസ്വം, പണ്ടാരം വക ഇങ്ങനെ 3 രീതിയിലുള്ള ഭൂമികളുണ്ടായി. അതുപോലെ കോവിലത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായിട്ട് രാജ്യത്തെ വിഭജിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ചരിത്രം നമ്മൾ നോക്കി. ഇനി മലബാറിൻ്റെ ചരിത്രമാണ്. മലബാറിൻ്റെ ചരിത്രം നോക്കുന്നതിന് മുൻപേ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൈക്കൊണ്ട ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൃപ്പടിദാനം 1750 ജനുവരി 3-ന് തിരുവിതാംകൂർ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ പ്രധാന പ്രവൃത്തികളിൽ ഒന്നായിരുന്നു. ഈ പ്രവൃത്തിയിലൂടെ ആ ദേവൻ ഭൂമിയുടെ ഉടമസ്ഥനാവുകയും രാജാവ് ഭൂമിയുടെ നിയന്ത്രകൻ ആവുകയും ചെയ്തു. രാജാവിനെതിരെ ഉയരുന്ന ഏത് തരത്തിലുള്ള കലാപങ്ങളും വിമർശനങ്ങളും ദൈവദോഷമായി പരിഗണിക്കപ്പെട്ടു. കൂടാതെ വേറെ എന്തൊക്കെ ഭരണ പരിഷ്കാരങ്ങളാണ് മാർത്താണ്ഡവർമ്മ കൈക്കൊണ്ടത്? രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചു. പ്രവർത്തിക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. തിരുവിതാംകൂർ ആകെ 20 മണ്ഡപത്തും വാതുക്കലായി വിഭജിക്കുകയും വിവിധ മുഖങ്ങൾ ആയി സംഘടിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും താഴെയുള്ള ഭരണഘടകമായിരുന്നു ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് മണ്ഡപത്തും വാതുക്കൽ. അത് ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. 20 മണ്ഡപത്തും വാതുക്കലായിട്ട് തിരുവിതാംകൂറിനെ അദ്ദേഹം വിഭജിച്ചു. അതുപോലെ വിവിധ മുഖങ്ങളായി സംഘടിപ്പിക്കുകയും ചെയ്തു. പതിവ് കണക്ക് എന്ന പേരിൽ ഒരു വാർഷിക ബജറ്റിന് അദ്ദേഹം രൂപം നൽകി. പതിവ് കണക്ക്, അയവ്യയ ഗണന പത്രം എന്നും പറയും. എന്താണ്? വാർഷിക ബഡ്ജറ്റിന്. അപ്പം പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബജറ്റ് രൂപം നൽകിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു. സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് ആളിനെ എടുത്തിരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവനകാലം അത്രയും ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. വിരമിക്കുമ്പോൾ ഇരയിളി അടുത്തൂൺ എന്ന പെൻഷനും നൽകിയിരുന്നു. ഇരയിളി എന്ന പേരിൽ നികുതി ഇളവും ഇരയിളി അടുത്തൂൺ എന്ന പേരിൽ പെൻഷനും നൽകിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി നോക്കുന്നത് മലബാറിൻ്റെ ചരിത്രമാണ്.
18-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ സവിശേഷമാർന്ന രാഷ്ട്രീയ സാഹചര്യം മൈസൂർ ഭരണാധികാരികളെ മലബാർ ആക്രമിക്കുന്നതിന് പ്രേരിപ്പിച്ചു. 18-ാം നൂറ്റാണ്ടിലെ ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ആക്രമണങ്ങൾ മലബാറിലെ കാർഷിക ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. യഥാർത്ഥ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ റവന്യൂ പരിഷ്കാരം 1773 അവർ നടപ്പിൽ വരുത്തി. നികുതിയായി ഉൽപാദനത്തിൻ്റെ ഒരു ഭാഗം ഉദ്യോഗസ്ഥർ കർഷകരിൽ നിന്നും പ്രധാനമായും കാണക്കാരിൽ നിന്ന് നേരിട്ട് പിരിച്ചു. ജന്മിമാരുടെ ആധിപത്യത്തിന് അറുതിയാവുകയും കർഷകന്റെ അന്തസ്സ് വർദ്ധിക്കുകയും ചെയ്തു. പാടങ്ങൾക്ക് മാത്രം നികുതി ഏർപ്പെടുത്തുകയും വരണ്ട ഭൂമികളും ക്ഷേത്രഭൂമികളും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന അർഷാദ് ബെഗ് ഖാൻ മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായും ഉടമ്പടികളിൽ ഏർപ്പെടുകയും അതിൻ പ്രകാരം വർഷം തോറും ഒരു നിശ്ചിത തുക മൈസൂർ ഭരണാധികാരികൾക്ക് നൽകേണ്ടതായി വരികയും ചെയ്തു. മിർ ഇബ്രാഹിമിൻ്റെ കീഴിൽ നടന്ന രണ്ടാം നികുതി പരിഷ്കാരത്തിൽ ഒന്നാം പരിഷ്കാരത്തിലെ ഭൂമി അളവിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും എല്ലാ നായർ ജന്മിമാർക്കും മറ്റു മുഖ്യന്മാർക്കും കൂടി നികുതി ചുമത്തുകയും ചെയ്തു. നേരത്തെ നികുതി നൽകാതിരുന്ന ചില മുഖ്യന്മാർ ഇതോടെ നികുതി നൽകാൻ നിർബന്ധിതരായി എന്നർത്ഥം. പൊതുവിൽ ഭൂമിക്ക് അമിതമായി നികുതി ചുമത്തപ്പെട്ടു. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് മൈസൂർ ഭരണാധികാരികൾ നാണ്യവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിച്ചു. നാണ്യവിളകളായ പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് എന്നിവ സർക്കാരിൻ്റെ കുത്തകയാക്കി മാറ്റി. തിരുവിതാംകൂറിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം കുത്തക കർഷകരെ വിപണിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വ്യാപാര വർധനവിന് വേണ്ടി മലബാറിൽ യാത്രയ്ക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ടിപ്പു മെച്ചപ്പെടുത്തി. ടിപ്പുവിനെ മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനായി കണക്കാക്കുന്നു. മലബാറിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകളുടെ ഒരു വ്യാപാരമായ ശൃംഖല തന്നെ അദ്ദേഹം പണി കഴിപ്പിച്ചു. ഇനി മൈസൂർ ആക്രമണങ്ങൾ നോക്കാം. 1760-കളിൽ ഹൈദരലിയാണ് മൈസൂറിൻ്റെ കേരളത്തിലേക്കുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. കണ്ണൂരിലെ ആലി രാജ കോലത്ത് നാടുമായി തങ്ങൾക്കുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദരലിയെ ക്ഷണിച്ചു. അദ്ദേഹം ആലി രാജായുടെ സഹായത്തോടെ കോലത്ത് നാട് കൊട്ടാരം പിടിച്ചെടുക്കുകയും തുടർന്ന് കോട്ടയം, കടത്തനാട്, കുറുമ്പ്രനാട് എന്നിവയ്ക്ക് നേരെ തിരിയുകയും ചെയ്തു. ഈ ശക്തികളെ കീഴടക്കിയതിനു ശേഷം മൈസൂർ സൈന്യം കോഴിക്കോടിന് നേരെ തിരിഞ്ഞു. 1773 ഹൈദരുടെ രണ്ടാം ആക്രമണം കൊച്ചിയെയും തിരുവിതാംകൂറിനെയും ലക്ഷ്യമിട്ട് ഉള്ളതായിരുന്നു. കൊച്ചി മൈസൂരിൻ്റെ പരമാധികാരം അംഗീകരിച്ചപ്പോൾ തിരുവിതാംകൂർ ശക്തമായി എതിർത്ത് നിന്നു. ഹൈദരലിയുടെ മകനും പിൻഗാമിയുമായ ടിപ്പു സുൽത്താൻ താമരശ്ശേരി ചുരം വഴി പ്രവേശിക്കുകയും 1788 തെക്കൻ മലബാർ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിൽ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ഫറൂഖാബാദ് എന്ന് പിന്നീട് അറിയപ്പെട്ട കോഴിക്കോടുള്ള ഫറൂഖ് ആയിരുന്നു ടിപ്പുവിൻ്റെ ആസ്ഥാനം. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ മലബാറിലെ ഭരണാധികാരികളുടെ സഹായത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തുകയും 1792 അദ്ദേഹത്തെ കൊണ്ട് ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അതോടെ മലബാർ മുഴുവനും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. മൈസൂർ യുദ്ധങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ നടക്കുന്നതാണ് മൈസൂർ യുദ്ധങ്ങൾ. അതിൽ മൂന്നാം മൈസൂർ യുദ്ധത്തിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുകയും മലബാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാകുകയും ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടോടെ മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നതോടെ മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുക്കുകയും അവർക്ക് മാലിക്കാൻ അഥവാ പെൻഷൻ നൽകുകയും ചെയ്തു. അപ്പോൾ മലബാറിലെ മുഖ്യന്മാർക്ക് ബ്രിട്ടീഷുകാർ നൽകിയ പെൻഷനാണ് മാലിക്ക. മൈസൂർ ഭരണാധികാരികളുടെ റവന്യൂ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ തകിടം മറിക്കുകയും ജന്മിമാരെ ഭൂമിയുടെ ഉടമസ്ഥരായി കണക്കാക്കുകയും ചെയ്തു. അവർ ജന്മിമാർക്ക് ഭൂമിയുടെ മേൽ ഉണ്ടായിരുന്ന പരമ്പരാഗത അധികാരങ്ങൾ എടുത്തു കളയുകയും ജന്മിമാരെ സ്വത്ത് ഉടമകളാക്കുകയും ചെയ്തു. കാണക്കാർ അഥവാ കുടിയാന്മാരെ കുടിക്കിടപ്പ് കർഷകൻ എന്ന നിലയിലേക്ക് തള്ളിയിട്ടു. നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടി മലബാറിൽ വിപുലമായ ഒരു ഭരണ സംവിധാനം ഒരുക്കപ്പെട്ടു.
പ്രാദേശിക മുഖ്യരിലൂടെയുള്ള പരോക്ഷ നികുതി പിരിവ് പരാജയമാണെന്ന് മനസ്സിലാക്കി നികുതി പിരിക്കാനുള്ള ഉത്തരവാദിത്തം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമിച്ച ജോയിൻറ്റ് കമ്മീഷന്മാരെ ഏൽപ്പിച്ചു. ഇനി മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ആയതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. അതേ വർഷം തന്നെ ജോയിൻറ്റ് കമ്മീഷന്മാരെ നിയമിച്ചു. അവർ പ്രാദേശിക ഭരണാധികാരികളുമായി വെവ്വേറെ ഉടമ്പടികളിൽ എത്തുകയും അവർക്കുള്ള ആനുകൂല്യങ്ങൾ അഥവാ മാലിഖാന നിശ്ചയിക്കുകയും ചെയ്തു. 1793 മാർച്ച് 30 മലബാറിനെ 2 ഭരണ മേഖലകളായി തിരിച്ചു. തലശ്ശേരി ആസ്ഥാനമായ വടക്കൻ മലബാറും ചെർപ്പുളശ്ശേരി ആസ്ഥാനമായ തെക്കൻ മലബാറും. കോഴിക്കോട് ആസ്ഥാനമാക്കി മുഴുവൻ മലബാറിനും വേണ്ടി ഒരു മുഖ്യ മജിസ്ട്രേറ്റിനെ നിയമിച്ചു. 1800 ബോംബെയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിക്ക് മലബാർ കൈമാറുകയും ചെയ്തു. ഇതേ സമയം തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങൾ എന്ന നിലയിൽ നാമമാത്രമായ സ്വയംഭരണത്തോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ ഉൾപ്പെട്ടു. ഈ 2 നാട്ടുരാജ്യങ്ങളും എല്ലാ സമയത്തും നേരിട്ടുള്ള സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ഭീഷണിയിൽ തുടർന്നു. 1788 മുതൽ സാമ്രാജ്യത്വ ഭരണകൂടത്തിൻ്റെ ഒരു ഏജൻ്റായ റെസിഡൻ്റ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായി നിർവചിക്കപ്പെടാത്ത അധികാരങ്ങളോടെ ഈ നാട്ടുരാജ്യങ്ങളിൽ ചുമതലയേറ്റു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആദ്യ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആരായിരുന്നു? കേണൽ ജോൺ മൺറോ ആയിരുന്നു. കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും ആദ്യ ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് ചുമതലയേറ്റത് കേണൽ ജോൺ മൺറോ ആയിരുന്നു. ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടതോടെ കേരള ചരിത്രത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചു. ഈ ചാപ്റ്റർ ഇത്രയുമാണ്. നമ്മൾ യൂറോപ്യൻ ശക്തികളെ പറ്റിയൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. ഇനി അടുത്ത ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററാണ്. അതിൽ നവോത്ഥാന നായകന്മാരെ പറ്റിയും കുറേ കലാപങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അത് വലിയൊരു നീണ്ട ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അടുത്തൊരു വീഡിയോ ആയിട്ടിടാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.